വെൽക്കം ടു ഡേ 3 ഓഫ് മൈ 30 ഡേയ്സ് ചാലഞ്ച്. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയും എല്ലാം നടക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് പുട്ടും മീൻകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞാൻ നേരെ പോയി കുറച്ച് സ്കിൻ കെയറും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ചധികം കെയർ ചെയ്യേണ്ടി വരുന്നുണ്ട് സ്കിന്നിന്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടു, നമ്മൾ ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ. എൻ്റെ കുട്ടി അസിസ്റ്റൻ്റ് ഉണ്ട്, നമുക്കിന്ന് 2 ഉപ്പേരി ഉണ്ട്. ഒന്ന് കപ്പയ്ക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചീരയും. കപ്പയ്ക്കാൻ നമ്മുടെ നാട്ടിൽ പറയും പപ്പായ എന്നാണ് പറയാത്ത സംഭവം. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു പണിയും ചെയ്യാൻ തോന്നാത്തൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം വെറുതെ ഇരുന്നു. ആൻഡ് ഉച്ചയൊക്കെ ആയപ്പോൾ ഷുട്ടുവിനെ ഞാൻ കുളിപ്പിച്ചു. അവളെ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ കുളിപ്പിക്കാറുണ്ട്. ഇതാണ് ഷുട്ടുവിന് നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ഇതാ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഉറക്കമൊക്കെ എണീച്ച് ഇതായി എപ്പോഴത്തെയും പോലെ ഗ്രീൻ ടീ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചു. എൻ്റെ കുട്ടി അസിസ്റ്റൻ്റ് അതിനുണ്ട്. പിന്നെ പനീർ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ബട്ടർ മസാല ആക്കാമെന്ന് വിചാരിച്ചു. അത് ആക്കാൻ നിന്നുകൊണ്ട് ഇന്ന് എൻ്റെ വർക്കൗട്ടിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച് വേഗം പോയിട്ട് കുളിച്ച് പിന്നെ ഈവനിങ്ങിലത്തെ സ്കിൻ കെയർ സാലിസിലിക് ആസിഡ് ഇട്ടു. ബട്ടർ മസാല ആക്കാനൊക്കെ നിന്നുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ അത്ര ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വർക്കൗട്ട് സ്കിപ്പ് ചെയ്തു. മറക്കാണ്ട് നമുക്ക് നാളെ എന്തായാലും. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതാ നമ്മുടെ ബട്ടർ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ആക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ആയി ആക്കാത്ത, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പുറത്ത് തന്നെ ഞാൻ ചപ്പാത്തിയും അപ്പം ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. അമ്മ ചപ്പാത്തി പരത്തുന്നുണ്ടായിരുന്നു. അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ഇതാ നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അതിനിതാ നമ്മുടെ ചപ്പാത്തിയും ചപ്പാത്തിയും ബട്ടർ മസാലയൊക്കെ കഴിച്ചു. പിന്നെ ചുട്ടുവിൻ്റെ കൂടെ ഇപ്പോഴത്തെയും പോലെ പ്ലേ ടൈമാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ കുടിച്ചു. ഇതാണ് മെയിനായിട്ടുള്ള ആളുടെ പരിപാടി ഇപ്പോഴത്തെ. നോ റെഡ് എടാ കള്ള. യെസ് യെല്ലോ. ഈ പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് വലുതാകുന്നില്ലേ. അപ്പം അങ്ങനെ ഞാൻ കുറേ നേരം അവളുടെ കളിയൊക്കെ നോക്കിയിരുന്നു. അവളെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അവൾ കളിക്കുമ്പോൾ അധികവും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നാളെ കാണാം. ടാറ്റ ബൈ ബൈ.